ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൂടി ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ സിദ്ധാർത്ഥ് വരദരാജനും അതുപോലെ തന്നെ കരൺ ഥാപ്പറിനുമെതിരായിട്ട് അസം പോലീസ് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 22-ാം തീയതി ഗുവാഹത്തി പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, കോൺഗ്രസ് വക്താവായിട്ടുള്ള പവൻ ഖേരെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനത്തിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ഒരു സംഘം പോലീസ് ഇരച്ചു കയറി അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യം അന്നും അസം പോലീസായിരുന്നു. അസം പോലീസാണ് പവൻ ഖേരെയും അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അതായത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ അപ്പോഴേ അസമിലാണ് എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യുക, അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കരൺ ഥാപ്പറിനും സിദ്ധാർത്ഥ വരദരാജനും എതിരായിട്ട് എന്താണ് കുറ്റം എന്ന് പോലും പറയുന്നില്ല സെബാസ്റ്റ്യൻ പോൾ. അല്ല, ഈ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാവധി ഉപദ്രവം ഉണ്ടാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇവർ രാജ്യത്തെ അറിയപ്പെടുന്ന രണ്ട് മാധ്യമ പ്രവർത്തകരാണ്, എഡിറ്റർമാരാണ്, ചെറിയ ആളൊന്നുമല്ല. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉണ്ടെങ്കിൽ അത് ഡൽഹിയിലാകാമല്ലോ. അത് ചെയ്യാതെ അസമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അസമിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ദ്രോഹിക്കുക, പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക എന്നൊരു നയം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് വെച്ചാൽ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കരൺ ഥാപ്പർ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് വരദരാജൻ അവർക്ക് ഏത് സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യുന്നതിനുള്ള പ്രാപ്തിയുള്ളവരാണ്. അവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ അവസ്ഥ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇതര മാധ്യമ പ്രവർത്തകർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവർക്കും ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതങ്ങേറ്റം ഭീകരമായ അവസ്ഥയാണ്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി സെൻസർഷിപ്പേ കൊണ്ടുവന്നുള്ളൂ, അല്ലെങ്കിൽ മീസ എന്ന ആഭ്യന്തര നിയമം ഉപയോഗിച്ചുള്ള അറസ്റ്റുകളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനുള്ള കാണുന്നത് രാജ്യദ്രോഹ കുറ്റം. അതിനേക്കാൾ വലിയൊരു കുറ്റമില്ല. നമ്മുടെ പീനൽ കോഡിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. രാജ്യദ്രോഹ കുറ്റം നമ്മുടെ പീനൽ കോഡിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മളാരുമല്ല, മഹാത്മാഗാന്ധി തന്നെയാണ്. പക്ഷെ അതിന്റെ കാഠിന്യം ഇപ്പോൾ പുതിയ ശിക്ഷാ നിയമം വന്നപ്പോഴും അതിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യദ്രോഹവും തമ്മിലുള്ള വ്യത്യാസം പണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്. രാജാവിന് അഹിതകരമാകുന്നത് എല്ലാം രാജ്യദ്രോഹമല്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ജനാധിപത്യം തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉള്ള ഈ മുന്നേറ്റം, ഇത് ഏകാധിപത്യം മാത്രമല്ല. ഞാനിപ്പോഴും പറയാറുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം മാത്രമായിരുന്നു. ഇത് ഏകാധിപത്യവും ഫാസിസവും സമാസമവും ചേർന്നുള്ള അതിവിചിത്രമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇക്കൂട്ടർ എത്തിച്ചിരിക്കുന്നു. ഞാൻ ഈ പവൻ ഖേരയുടെ കാര്യം, കോൺഗ്രസ് വക്താവിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഈ ആസാമാണ് ഇതിൻ്റെ എല്ലാം, അതായത് നമ്മൾക്ക് പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശമാണല്ലോ ഈ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ അവിടെ അങ്ങ് കേസ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ പവൻ ഖേരയ്ക്കെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് ബംഗ്ലാദേശിൽ നിന്ന് ഏതാനും വാരെ ഇപ്പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് എന്നാണെന്ന് ഞാൻ എവിടെയോ വായിച്ചത്. അതായത് അസമിൽ നിന്ന്, ഗുവാഹട്ടിയിൽ നിന്ന് പിന്നെയും എത്രയോ ദൂരം ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അന്ന് പവൻ ഖേര രക്ഷപ്പെട്ടത്. ആ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇവരെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഒക്കെ ഭീഷണിപ്പെടുത്താൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്നുള്ളത്. അതെ, ഞാൻ ആദ്യമേ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഈ രണ്ട് എഡിറ്റർമാർക്കെതിരെ മാത്രമുള്ള ഒരു നടപടിയല്ല. അവരെയല്ല ഭയപ്പെടുത്തുന്നത്, അവരെയല്ല ഭീഷണിപ്പെടുത്തുന്നത്. സാധാരണക്കാരായി, ഇപ്പോൾ കേരളത്തിലെ ഒരു സാധാരണക്കാരനായ മാധ്യമപ്രവർത്തകന് എതിരെയാണ് അസം പോലീസ് ബംഗ്ലാദേശ് അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ കഴിയും? സുരക്ഷിതമായി എങ്ങനെ മടങ്ങി വരാൻ കഴിയും? അപ്പൊ ഭയം, ഫിയർ, അതാണ് ഈ ഭരണകൂടത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഭയപ്പെടുത്തുക. ഓരോരുത്തർക്കെതിരെയും ഓരോന്ന് ചെയ്യുമ്പോഴും ആ സന്ദേശം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ സിദ്ധാർത്ഥ വരദരാജനും അല്ലെങ്കിൽ കരൺ ഥാപ്പർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയുണ്ടായാൽ പിന്നെ നമ്മൾ എന്തിനു അഭിപ്രായം പറയാൻ പോകണം എന്ന ചിന്ത, അത് നിർദോഷമായ ചിന്തയാണത്. പക്ഷെ അപകടവുമുണ്ട്. അത് ആരിലും ഉണ്ടാകും. എല്ലാവരിലും, എല്ലാ അഭിപ്രായം പറയുന്നവരിൽ, സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരിൽ, അവരിൽ ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയുള്ള നടപടിയാണ് ഇപ്പോൾ ഈ രണ്ട് പ്രമുഖ
പത്രാധിപന്മാർക്കെതിരെ ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്.